ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പഴയ നിയമം തന്നെ വേണമെന്നില്ല. ഇപ്പം പഴയ നിയമം അറിയാത്ത ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത്, ഒരു ആദിവാസികൾ, ഞങ്ങളൊക്കെ ആദിവാസികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നത്, അവരോട് പോയി മോശെ, ദാവീദ് അവരിങ്ങനെ വായും പൊളിച്ചിരിക്കുമെന്നല്ലാണ്ട് ഒരു പിടുത്തവും അതിനൊരു പ്രസക്തി കിട്ടത്തില്ല. ദൈവം എന്താ പറഞ്ഞത്? നിയമം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന അഭിപ്രായമല്ല. നമുക്ക് പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിയമമാണ്. അപ്പോൾ ആ നിയമത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ ശരീരത്തിൻ്റെ പാപത്തിൻ്റെ നിയമവും മരണത്തിൻ്റെ നിയമത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെടും. അതെ, രൂപാന്തരപ്പെട്ടതാണെങ്കിലും ഒരു ശരീരം ഉണ്ടല്ലോ. ശരീരത്തിന് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഇതിൽ ബോൺസ്, ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ളതല്ല. അതാര് പറഞ്ഞു? അതിന് ശരീരത്തിന് ഫ്ലഷ് ആൻഡ് ബ്ലഡ് വേണ്ട. ആത്മജീവിക്ക് ആത്മമണ്ഡലത്തിൽ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വേണ്ട. അത് ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും പാസ്റ്റർ വിനോദ് ചാക്കോയുടെ വാക്കുകൾ കേൾക്കുവാൻ പോകുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവരാജ്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി നമ്മളോട് സംസാരിച്ചു. ആ സംഭാഷണം സമ്മിശ്രമായ പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നുണ്ടാക്കിയത്. വളരെ അനുകൂലമായി പ്രതികരിച്ച ധാരാളം ആളുകളുണ്ട്. അപ്പോൾ തന്നെ നിശിതമായി വിമർശിച്ച് ഇത് ദുരുപദേശമാണെന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ആ കൂട്ടത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ചില ചോദ്യങ്ങൾക്ക്, ചില വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. അദ്ദേഹം നമ്മളോട് ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ, ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. തുടക്കത്തിലെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആശയങ്ങൾ പരസ്പരം കൈമാറുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എനിക്ക് പുതുതായി തോന്നുന്ന ചില കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സാധാരണ ഇൻ്റർവ്യൂകളിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് എൻ്റെ പ്രേക്ഷകർ ചിലർ അത് ചൂണ്ടിക്കാണിച്ചു. ചിലർ വളരെ അട്ടഹാസത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ സിൻസിയറായിട്ട് പറയട്ടെ, ഒരു ദൈവദാസൻ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ഒരു ഡെപ്തിൽ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പുതുതായി ഞാൻ കേൾക്കുന്ന ഒരു കാര്യം, അത് എൻ്റെ ബുദ്ധിമണ്ഡലത്തെ അല്ലെങ്കിൽ ഞാൻ ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ഭുതമായി തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ആലോചിച്ച് അത്ഭുതപ്പെട്ട് വായും പൊളിച്ചിരുന്നു പോകാറുണ്ട്. ഇതൊക്കെ എൻ്റെ ദൈവവചന വായനയ്ക്കിടയിൽ, ധ്യാനത്തിനിടയിൽ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും അതുപോലെ ആയിരിക്കണമെന്നില്ല. എനിക്ക് ഒരാൾ ദൈവവചനം പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരാശയം പറയുന്നു, അതെൻ്റെ യുക്തിക്ക് അത് കൃത്യമായി മനസ്സിലാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പലരും ഒരു ആരാധനയിൽ ഉച്ചത്തിൽ കൈയടിക്കുകയോ സ്തോത്രം പറയുകയോ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഹല്ലേലൂയ പറയുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ എന്ത് ചെയ്യുന്നു? വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നു. വചനം നമ്മളെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ പ്രതികരണമാണത്. എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവദാസൻ പറഞ്ഞ, പാസ്റ്റർ വിനോദ് പറഞ്ഞ കാര്യങ്ങൾ പലതും എനിക്ക് കൗതുകകരമായി തോന്നിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പൊട്ടിച്ചിരിക്കുകയും ഞാൻ അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ആ സെൻസിൽ മാത്രം എടുക്കുക തന്നെയുമല്ല, ഒരു അഭിമുഖത്തിൽ എപ്പോഴും അതിൻ്റെ സ്വാഭാവികത നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ട് ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹം സീരിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. വളരെ ബോറിംഗ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഭാഗത്തിരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് പോലെയോ എൻ്റെ പ്രേക്ഷകർ ചുറ്റുമിരിക്കുന്നത് പോലെയോ ഒക്കെ സങ്കല്പിച്ചുകൊണ്ടാണ് ഞങ്ങളിത് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികത നിലനിർത്തുവാനായിട്ട് മാക്സിമം ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിനിടയിൽ ചിലപ്പോൾ ചിരിക്കുകയോ കരയോ അല്ലെങ്കിൽ സന്തോഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന രംഗങ്ങളും ഉണ്ടായേക്കാം. ആ നിലയിലാണ് എൻ്റെ അഭിമുഖങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ എപ്പിസോഡും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങൾക്കും നന്ദി പറയുന്നു. ഈ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്നു. പാസ്റ്റർ വിനോദ്, ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും വലിയ അത്ഭുതമുളവാക്കുന്നതും വളരെ
വിചിത്രമായി തോന്നിയതും ചിലർക്കത് വളരെ നന്നായി അതിനോട് പ്രതികരിച്ച ധാരാളം കൂടുതൽ കമൻസും വളരെ അനുകൂലമായിട്ട് പ്രതികരിച്ചതാണ്. എന്നാൽ ആ കമൻസ് ഒന്നും ഞാൻ സെലക്ട് ചെയ്തില്ല. വളരെ വിമർശനാത്മകമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് 2-3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ദേഹം ദേഹി ആത്മാവ്, അതിൽ ദേഹത്തിന് വലിയ പ്രസക്തിയില്ല എന്ന നിലയിൽ സാർ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്, ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ഉണ്ടാക്കിയൊരു കാര്യം ഈ പഴയ നിയമം, അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു റെസ്പോൺസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാനിട്ട ടൈറ്റിൽ കൂടിയാണ്. ദാവീദും അബ്രഹാമും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗർ അത് പെട്ടെന്ന് ഈ നമ്മുടെ ചർച്ചയിലേക്ക് ഈ പ്രേക്ഷകരെ ഒന്ന് ആകർഷിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ തന്നെ സാറ് പറഞ്ഞ കാര്യങ്ങളിൽ അതുണ്ട്. പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പ്രസംഗങ്ങളും നമുക്ക് അപ്രായോഗികമാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ് എന്നുള്ള നിലയിൽ സാറ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നതിനെ വിമർശിച്ചു. അതുകൊണ്ട് തന്നെ ആളുകൾ പഴയ നിയമത്തിന് പ്രാധാന്യമുണ്ട്, അത് ഒഴിവാക്കേണ്ടതല്ല. യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പഴയ നിയമ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ദാവീദിനെയും അബ്രഹാമിനെയും ഒക്കെ യേശുക്രിസ്തു കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പറയുന്ന പഴയ നിയമത്തെ കംപ്ലീറ്റായി ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് തെറ്റാണ് എന്നുള്ള നിലയിൽ ശക്തമായ വിമർശനം വന്നിട്ടുണ്ട്. പിന്നീട് ഉണ്ടായിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പ്രതികരണം ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ വചനം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വീഴുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നും അത് ഭൗതിക നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ കാര്യമാക്കി സാർ അതിനെ എന്ത് ചെയ്തു? വളച്ചൊടിച്ചു എന്നുള്ളതാണ് ഒരു വിമർശനം. പ്രധാനമായും ഈ 3 വിമർശനങ്ങളാണ് ഉള്ളത്. അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് സാധാരണഗതിയിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. വ്യക്തിപരമായ ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനകത്ത് ഒരു പ്രസക്തി ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ നിന്ന് മുന്നോട്ട് പോകുവാനുമായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ആ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. സാറിന് ഇൻട്രൊഡക്ഷനായിട്ട് എന്താ പറയാനുള്ളത്? ഈ ചോദ്യത്തിന് ഉത്തരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ഇതിനോടുള്ള ഉത്തരം കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞ രണ്ടാമത്തെ പ്രാധാന്യമായിട്ടുള്ള നീതി, അതിനെക്കുറിച്ചും കൂടെ ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഒരു ചിന്ത, നമ്മൾ ഇപ്പോഴത്തെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഈ ഉത്തരങ്ങൾ കൊടുക്കുക, ദെൻ പിന്നെ അടുത്ത എപ്പിസോഡിൽ നീതി എന്നുള്ള സബ്ജക്റ്റിലൂടെ പറയാമെന്നാണ്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ആ ചോദ്യങ്ങളിലേക്കൊന്ന് ചോദിക്കണം. ഓക്കെ, അല്ല വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ പിന്നെ സെയിം പാസ്റ്റർ ചോദിച്ച ചോദ്യങ്ങൾ അത്രേ ഉള്ളൂ. ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു. മെയിനായിട്ട് പറയാനുള്ളത്, അബ്രഹാമിൻ്റെ യുഗമെന്ന് പറയുന്നത് ഒരു മനസാക്ഷി യുഗമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. മോശ വരുമ്പോഴത്തേക്കിനാണ് നമുക്ക് ന്യായപ്രമാണത്തിൻ്റെയും ഇത് വരുന്നത്. മോശയും കൂട്ടരും കണ്ട് വിശ്വസിച്ചവരാണ്. അവർക്ക് ഒരു രാജ്യത്തെ കാണിച്ചു കൊടുത്തു, കണ്ടിട്ടാണ് വിശ്വസിച്ചിട്ട് നടക്കാൻ പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം കാണാത്ത കാര്യത്തിൻ്റെ ഉറച്ച നടക്കുന്നത്. നമ്മുടെ ടോട്ടലി ഫെയ്ത്ത് നമ്മുടെ വ്യത്യാസമാണ്. അവർ കണ്ട് വിശ്വസിച്ച് നടന്നവരവർ. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ രാജ്യം സ്ഥാപിച്ചിട്ട് നമ്മൾ കണ്ണിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യമാണ്. എബ്രായ ലേഖനത്തിൽ അതാണ് പറയുന്നത്. ഉറപ്പാണ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. പക്ഷേ മോശയ്ക്കും ഇപ്പം അവരുടെ കൂട്ടർക്കും ഉള്ള പഴയ നിയമത്തിലുള്ള എല്ലാവർക്കും കണ്ട് വിശ്വസിച്ച് അവർക്ക് പോയി നോക്കി കണ്ട് വിശ്വസിച്ച് അതിൻ്റെ മേൽ ദൈവം പറഞ്ഞ വചനത്തിൻ്റെ മേൽ വിശ്വസിച്ച് നടക്കാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫെയ്ത്ത് തമ്മിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. വിശ്വാസത്തിൽ തന്നെ ഫെയ്ത്ത് വ്യത്യാസമുണ്ട്. നമ്മുടെ നടപ്പ്, നമ്മുടെ ഇപ്പം ഓൾറെഡി നമുക്ക് ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി ഓൾറെഡി നമ്മുടെ എല്ലാം കഴിഞ്ഞതിൻ്റെ മേളിൽ നമ്മൾ നടക്കുന്നത്. നമ്മൾ അത് നീതിയെ കുറിച്ച് വരുമ്പോഴത്തേക്കും പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ലേ? രക്ഷയും പൂർത്തിയായി. നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഇതിനെക്കുറിച്ച് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് കരുതിയിട്ടുള്ളത് കണ്ണും കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല മനുഷ്യൻ്റെ. അപ്പം നമുക്ക് ഓൾറെഡി കരുതിയിട്ടുള്ളതിൽ നിന്നാണ് നമ്മൾ പുത്രന്മാരായി തീർന്നിരിക്കുക. അവരാരും പുത്രന്മാരായിരുന്നില്ല, ഓക്കെ, അവരെല്ലാം ദാസന്മാരായിരുന്നു.
സെർവൻസ് ആയിരുന്നു അവരെല്ലാം. ബട്ട് വി ബിക്കെയിം സൺസ്. നമുക്ക് ഓൾറെഡി പുത്രനായി കഴിഞ്ഞാൽ നമ്മളുടെ അവകാശത്തിൽ നിന്നാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഓൾറെഡി വി ഹാവ്, നമുക്കെല്ലാം ഉണ്ട്, നമ്മൾ പുത്രനായി, നമ്മൾ പുത്രന്മാരാണ്. അപ്പോൾ ഈ പുത്രത്വം എന്ന് പറയുന്നത് ഭയങ്കര ചേഞ്ചാണ് വരുന്നത്. ദാസൻ എന്നുള്ളതിൽ നിന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ അവിടെ ഫെയ്ത്തും ഡിഫറെൻറ്റാണ്. ഫെയ്ത്ത് ഭയങ്കര ഡിഫറെൻറ്റാണ് വരുന്നത്. രണ്ട് വിശ്വാസവും വ്യത്യാസമാണ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പഴയ നിയമം വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. വേണ്ടെന്ന് അവിടെയാണ് പ്രശ്നം. സാറ് പറഞ്ഞു വന്നപ്പോൾ അത് ചിലർ അതിനെ തെറ്റിദ്ധരിക്കുന്നത് പഴയ നിയമം കംപ്ലീറ്റ്ലി മാറ്റിവെക്കുക, പുതിയ നിയമം മാത്രം മതിയെന്നുള്ള നിലയിൽ. പഴയ നിയമത്തിൽ നമ്മളിപ്പം കമ്പയർ ചെയ്യുന്ന നമ്മുടെ ഈ ഫെയ്ത്ത് ഏബ്രഹാമിക് ഫെയ്ത്തുമായിട്ടാണ്. മോശയുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ ന്യായപ്രമാണത്തിൻ്റെ വിശ്വാസമല്ല നമുക്കുള്ളത് ഏബ്രഹാമിക് ഫെയ്ത്താണ്. റോമാലേഖനത്തിലൊക്കെ അവർ പറഞ്ഞു വരുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. അബ്രഹാം ഒന്നും കാണാതെ, അബ്രഹാമിന് ഒന്നും ഇല്ലായിരുന്നു, ന്യായപ്രമാണം ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ബൈബിളില്ല, പുസ്തകമില്ല, ഒന്നും ഇല്ലാത്തൊരു ഫെയ്ത്തായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ കമ്പയർ ചെയ്യേണ്ടത് ആ അബ്രഹാമിക് ഫെയ്ത്ത് ആയിട്ടാണ്. പക്ഷേ അബ്രഹാമിക് ഫെയ്ത്തുമായിട്ട് റോമാലേഖനം മൊത്തം പഠിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അവിടെ പുസ്തകം പഴയ നിയമം വേണ്ടെന്നല്ല പറയുന്നത്, അത് നിഴലാണ്. നിഴലും പൊരുളും ഒരുപോലെ അല്ല നടക്കേണ്ടത്. നിഴലിൻ്റെ എന്താ പറയുക ഡൈമെൻഷൻ തന്നെ വേറെയാണ്, പൊരുളിൻ്റെ സത്യത്തിൻ്റെ ഡൈമെൻഷൻ തന്നെ വേറെയാണ്. അപ്പം രണ്ട് ഡൈമെൻഷനാണ്. അപ്പോൾ പഴയ ഡൈമെൻഷനും പഠിച്ചുകൊണ്ട് പുതിയ ഡൈമെൻഷൻ നടക്കാൻ പറ്റത്തില്ല. പഠിച്ചോണ്ടല്ല, അത് പാലിച്ചോണ്ട് അതിൻ്റെ നിയമവും അതിൻ്റെ ഡൈമെൻഷൻ തന്നെ വേറെയാണ്. ലൈറ്റ് മാറുമ്പോൾ ഷാഡോ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ യാഗമൊന്നും കഴിക്കാത്ത. അപ്പം ഇപ്പം ഇന്ന് നമ്മുടെ പുത്രത്വത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഡൈമെൻഷനിലാണ് നമ്മൾ നടക്കേണ്ടത്. അവിടെ ഒരു പുത്രനായിട്ട് നമ്മളെ ഒരു വീട്ടിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തിനാ പേടിക്കേണ്ടേ? അല്ല സാറേ, അത് മനസ്സിലായി. അപ്പോൾ തന്നെ യേശുക്രിസ്തു എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുമായിട്ട് സംഭാഷണം നടത്തുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഒരാൾ ജെയിംസ് ബെഞ്ചമിൻ എന്ന് പറയുന്ന ആൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് യേശു യെരൂശലേമിലേക്ക് മടക്കി കൊണ്ടുവരാൻ പോകുമ്പോൾ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളെക്കുറിച്ചും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും. അവർ പോകുന്നവർ എന്തായിരിക്കും സംസാരിക്കുന്നത്? അവരെന്തായിരിക്കും സംസാരിച്ചുകൊണ്ട് പോകുന്നത്? രണ്ടുപേരും എന്തായിരിക്കും സംസാരിച്ചുകൊണ്ടുവന്നത്? അവിടെ യെരൂശലേമിൽ നടന്ന സംഭവങ്ങളാണ് അവരുടെ സംഭാഷണ വിഷയം. യേശു എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പുള്ളി മരിക്കുന്ന ഇപ്പം കാണുന്നില്ല, ആകെ കുഴഞ്ഞിരിക്കുവാണ്. എന്താ യേശു വന്നിട്ട് മോശയിൽ നിന്നുള്ള സംഭവങ്ങളെല്ലാം യേശു എന്തായിരിക്കും അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? പത്ത് കൽപ്പനയെ കുറിച്ച് പഠിപ്പിക്കുമോ? ഒന്നുമില്ല. പിന്നെ അതല്ല ആലയം അവിടെ തന്നെ വ്യക്തമാണ് തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ച്. അതാണ് പഠിപ്പിച്ചത്. അതല്ലാണ്ട് അവിടെ പോയിട്ട് 10 കൽപ്പന പാലിക്കാനും ദാവീദ് രാജാവിന്റെ കഥയൊന്നും പറഞ്ഞില്ല. അവിടെ അവനെ കുറിച്ച് പഴയ നിയമത്തിൽ എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്? പഴയ നിയമത്തിൽ പറഞ്ഞു അവന്റെ ശരീരം ഡീക്ക് ആകത്തില്ലെന്ന്, അവൻ ഇനിയൊരു പ്രവാചകൻ വരുമെന്ന് ഒക്കെ പഴയ നിയമത്തിൽ അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുന്നു, കന്യകയിൽ ജനിക്കുമെന്നും. അതൊക്കെ ആയിരിക്കും യേശു അവരെ പറഞ്ഞു കൊടുത്ത് ബലപ്പെടുത്തി തെളിയിച്ചിട്ട് മടക്കിക്കൊണ്ടിരുന്നത്. അതല്ലാണ്ട് ഇപ്പം യേശു അവർക്ക് വേണ്ടിയിട്ട് ഇനിയൊരു പ്രസംഗം പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കി അവനെക്കുറിച്ച് എന്താണോ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞ് അവർ പാർട്ടികൾ ഓടിപ്പോവുക. മനസ്സിലായി? അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുക, ഏരിയ വിട്ട് പോകുന്ന പാർട്ടീസാണ്. അപ്പോൾ അവരെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരികയാണ് അവരെ യെരൂശലേമിലേക്ക്. എന്തുവാ നടന്നതൊക്കെ കറക്റ്റാണ്, ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അന്നൊക്കെ മോശയിൽ എഴുതിയിട്ടുണ്ട്, പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അന്നൊക്കെ എഴുതി ബലപ്പെടുത്തി അവരെ യെരൂശലേമിലേക്ക് കൊണ്ടുവരികയാണ് അവരെ ചെയ്യുന്നത്. മാമൻ പി ചാണ്ടി എന്ന് പറയുന്ന ആളുടെ ഒരു പ്രതികരണം, സ്നേഹിത, ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ക്രൈസ്റ്റിനെ നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. അപ്പം അതിനകത്തൊരു ന്യായമുണ്ട്. കാരണം നമ്മൾ യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് ഈ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലേ. പഴയ നിയമം ഇല്ലായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ നമുക്ക് ഏത് നിലയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും? പഴയ നിയമം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പഴയ നിയമം വേണ്ടെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഒരു പഴയ നിയമം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യാം. അവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അവിടെ പറയുന്നത് നിങ്ങൾ നേച്ചറിൽ കണ്ടാൽ മതി, പ്രകൃതിയിൽ കണ്ടാൽ മതി, ദൈവത്തെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. റോമലേഖനത്തിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഒരു വേദിക്കല്ലിനെ കണ്ടിട്ട് പൗലോസ് അഥേനയിലെ ആളുകളോട് സംസാരിച്ചു. ശരിയാണ് അല്ലേ? അപ്പോൾ ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട്
പഴയ നിയമം തന്നെ വേണമെന്നില്ല. ഇപ്പം പഴയ നിയമം അറിയാത്ത ഒരു ഗ്രൂപ്പിൻ്റെ അടുത്തൊരു ആദിവാസികൾ, ഞങ്ങളൊക്കെ ആദിവാസികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നത്, അവരോട് പോയി മോശെ, ദാവീദ് അവരിങ്ങനെ വായും പൊളിച്ചിരിക്കുമെന്നല്ലാണ്ട് ഒരു പിടുത്തവും അതിനൊരു പ്രസക്തി ഇല്ല, കിട്ടത്തില്ല. പിന്നെ പഴയ നിയമം രക്ഷിക്കപ്പെട്ടു വന്ന ഒരാൾ പഠിച്ചാൽ നല്ലതാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എന്താണ്, ദൈവം ആരാണ്, ഏത് രീതിയിൽ പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലി, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം പഴയ നിയമത്തോട് അങ്ങനെ ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് അതിനെക്കാട്ടിലും എത്ര വലുതായിട്ട് ദൈവം ചെയ്യും, അത് നമുക്ക് തീർച്ചയായിട്ടും അതിൽ പഠിക്കാൻ പറ്റും. അതല്ലാണ്ട് യേശുവിനെ പ്രസന്റ് ചെയ്യാൻ പഴയ നിയമം വേണമെന്നില്ല. ഇപ്പോൾ എത്രയോ നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളിൽ ഒരു പഴയ നിയമം ഇല്ലാണ്ട് തന്നെ എത്രയോ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ യേശു പഴയ നിയമം വേണ്ടെന്ന് ഒരിക്കലും ഇല്ല. പഴയ നിയമം പഠിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന് എന്ത് ഇഷ്ടമുണ്ട്, ദൈവത്തിന് എന്ത് ഇഷ്ടമില്ല, അപ്പം കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. റെഫർ ചെയ്യുകയും നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാവുകയും ചെയ്യും. അല്ല, എനിക്ക് മനസ്സിലായത് വിനോദ് സാർ പറഞ്ഞപ്പോൾ അതിനകത്ത് പഴയ നിയമം കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്ന കാര്യമൊന്നും അല്ല പറഞ്ഞത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റിലാണ് അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ സാറേ വേറെ എന്നറിയോ, ഇന്നത്തെ ചർച്ചിന് പഴയ നിയമം ഇപ്പം ഒരു 1.5 to 2 hours മെസ്സേജിൻ്റെ അകത്ത് 50 minutesഉം പഴയ നിയമത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ ബാക്കി 10 minutes അവരെ. അതായിരിക്കരുത്. കാരണം നിങ്ങൾ ആരാന്നുള്ളത് ക്രിസ്തുവിൽ ആരാണ്, നിങ്ങളുടെ ദൈവരാജ്യത്തിൽ നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് അറിയാനാണ് അറിയുമ്പോഴാണ് നമുക്ക് ഡെലിവറൻസ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം മാക്സിമം മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നത് മൊത്തം എന്താ പറയുന്നത്, പറഞ്ഞു പിന്നെ അപ്പം വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ഇതിൻ്റെ കഷ്ടതയിൽ കൂടെ കഷ്ടതയും അതും എല്ലാം പറഞ്ഞിങ്ങനെ എന്താ പറയുന്നത് നമ്മളെ പിന്നെ ചെറുതാക്കുക ചെയ്യുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ മനസ്സ് എത്ര വലുതാണോ അത്രയും വലുത് മാത്രമേ നമുക്കാകാൻ പറ്റത്തുള്ളൂ. ഇപ്പം സാമ്പൂട്ടിച്ചാൻ ഞാൻ പറയുക, തെരുവല്ലയിലെയോ ഇല്ലെങ്കിൽ ഇപ്പം ചങ്ങനാശ്ശേരിയിലെയോ കോട്ടയത്തെ റോൾസ് റോയ്സിൻ്റെ കാറ് ഷോറൂമിൽ പോയിട്ട് അവിടുത്തെ വിലയും ചോദിച്ച് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി പോവും. ഒന്നാമത് റോൾസ് റോയ്സിൻ്റെ ഷോറൂം ഇവിടെങ്ങും ഇല്ല. ഒന്നത്. രണ്ടാമത് നമ്മുടെ സ്വപ്നത്തിൽ പോലും അതില്ലല്ലോ. എന്തുകൊണ്ടാ? ഏത് പിശാച് പറഞ്ഞിട്ടാ? അല്ല, അത് പിശാചൊന്നും പറയണ്ട. അത് എനിക്ക് എൻ്റെ ആവശ്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം കൊണ്ടല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സ് അത്രമാത്രം ചെറുതാണെന്നുള്ളതാണ്. അത് ഈ മെറ്റീരിയലായിട്ടുള്ള ഒരു കാര്യത്തെ വെച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം അളക്കുന്നത് എങ്ങനെയാണ് സാറേ? അതായത് ഞാനിപ്പം വലിയ ബംഗ്ലാവ് ഒരു 10,000 square feet ഉള്ള ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നതോ, സി.ജെ. റോയ് മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത സി.ജെ. റോയിയെ പോലെ റോൾസ് റോയ്സ് യാത്ര ചെയ്യുന്നതോ ഒന്നും എൻ്റെ സങ്കല്പങ്ങളിലോ എൻ്റെ വലിപ്പത്തെ കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടേ ഞാൻ കണക്കാക്കുന്നില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ലല്ലോ. അത് ബാധിക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് വലുതായിരിക്കണം. അപ്പം ദൈവം പറഞ്ഞാൽ, ഇപ്പം ഇന്ന് കർത്താവിനോട് പറയുകയാണ്, നീ പിന്നെ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മൈസൂരിലോ ഒരു ഗ്രാമത്തിൽ പോയി സുവിശേഷ വേല ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഇപ്പം കർത്താവ് വന്നിട്ട് പറയുകയാണ് റോൾസ് റോയ്സ് ബുക്ക് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. പക്ഷേ ഈ കർത്താവ് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഈ കർത്താവിൻ്റെ ശബ്ദമായിട്ട് ഞാൻ തിരിച്ചറിയുന്നത് പിന്നെ ഗ്രാമത്തിൽ പോയി സുവിശേഷ വേല ചെയ്യാൻ പറയുന്നതായിരിക്കും. മറ്റേത് സാത്താൻ പറഞ്ഞാണെന്ന് തോന്നും അല്ലേ? അപ്പം അതാണ് നമ്മൾ ദൈവത്തെ, അപ്പം ഈ പറഞ്ഞ ദൈവത്തിൻ്റെ സംസാരം, ദൈവശബ്ദം ഭയങ്കര വിചിത്രമായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിനപ്പുറമായിരിക്കും ദൈവത്തിൻ്റെ സംസാരം എന്ന് പറയുന്നത്. അപ്പം ആ ശബ്ദം മനസ്സിലാണെങ്കിൽ ഇപ്പം ദാവീദിൻ്റെ മുൻപിൽ നിൽക്കുന്ന അമാലിയയ്ക്കൊരു 4 ഇരട്ടി വലിപ്പമാണ്. ഫിലിസ്തീനുമായിട്ട് ജയിച്ച് സിഗ്ലാഗി വന്നപ്പോഴത്തേക്കിന് അവിടെ തീ കത്തിച്ചിട്ടിരിക്കുക, ഭാര്യയും പിള്ളേരും എല്ലാം ഭയങ്കര ദുഃഖത്തിലാണ്. ദൈവം പറയാം, നീ പോ. അവൻ്റെ കൈകളുടെ കൂട്ടത്തിലാകെ 1/4 ഭാഗമേ ഉള്ളൂ സൈനികന്മാർ, ബാക്കി ആരും വന്നില്ല. അപ്പം നോർമൽ ഹ്യൂമൻ മൈൻഡ് സെറ്റിൽ നമുക്ക് ചിന്തിച്ചാൽ ഒരിക്കലും ഒരു അമാലിക്കിനെ ജയിക്കാൻ പറ്റുമെന്ന് പറ്റത്തേയില്ല. അസാധ്യമാണ്. പക്ഷെ അവിടെ
നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് വലുതാണ്. നമ്മുടെ മനസ്സ് എന്തു പറഞ്ഞാലും ഒരു പൊട്ടനെ പോലെ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എന്താ പറയുന്നത്, ഈ മനസ്സിൻ്റെ അകത്ത് വരുന്ന ആർഗ്യുമെൻസാണ് ശരിക്കും ഉള്ള എന്താ പറയുന്നത് നമ്മുടെ പോരാട്ടം എന്ന് പറഞ്ഞ സാധനം. അല്ല, സാറത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാറ് മോൻ്റെ കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്താനായിട്ട് പറഞ്ഞു. ആ പഠിത്തം നിർത്താൻ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് അത് അതുപോലെ ചെയ്തു എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെ ആ ദൈവശബ്ദത്തെ തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ അത് ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കാനായിട്ട് എങ്ങനെ സാധിക്കും സാറേ? അത് ശരിക്കും പാപം എന്താണെന്ന് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. നമുക്ക് യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ റെസിസ്റ്റ് ദ ഡെവിൽ, പിശാചിനെ എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. അപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്നത് പിശാചിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പിശാചിനെ തിരിച്ചറിയാന്നല്ലേ എതിർക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്നോട് ഇപ്പം എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പിശാച് ഏതാണ്ട് എന്താ പറയുന്നത്, നമ്മളെ ഒരു കുരുക്കിലാക്കുക. അല്ല, പിശാചിൻ്റെ ഇപ്പം ദൈവം എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടരുതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിശാച് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാമെന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? പിശാച് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു വെച്ചാൽ അവൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് വരുമെന്ന് വരെ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ അവന് ഒരു റിയൽ പ്രവാചകൻ്റെ രീതിയിലൊക്കെ വന്ന് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. സിമ്പിള്. വെളിച്ചദൂതനെ എല്ലാം വിട്, സ്കൂളിൽ വിടരുതെന്ന് ദൈവശബ്ദം ഞാൻ കേട്ടെങ്കിൽ പിശാച് പ്രവർത്തിക്കുന്ന ഒറ്റ ഒരു വഴി, ഈ ശബ്ദം ഞാൻ അനുസരിക്കാത്തവണ്ണം എൻ്റെ ഉള്ളിൽ അതിന് വിരോധമായിട്ടുള്ള ശബ്ദവുമായിട്ട് ആർഗ്യുമെൻ്റ് ഇടുക. ഈ ഒറ്റ വഴിയേ പിശാച് ചെയ്യത്തുള്ളൂ. പിശാചിന് വേറെ വഴിയൊന്നുമില്ല. എൻ്റെ ഉള്ളിൽ ദൈവശബ്ദത്തിന് വിരോധമായിട്ട് റീസൺ ചോദിക്കുക, കാരണം ചോദിക്കുക എന്നുള്ള പറയുന്നത് ശരി. റീസണിങ് പവർ എന്ന് പറയും. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, 10-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ സങ്കല്പത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സങ്കല്പങ്ങളെയും ദൈവജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും വിതർക്കങ്ങൾ, ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഇതാണ് ശരിക്കും പാപം. അപ്പോൾ എന്നെ സ്കൂളിൽ വിടരുത് എന്ന് പറയുമ്പോൾ പാപം എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? ഒരിക്കലും അത് ശരിയല്ല. ഇത് നമുക്ക് പാപമാണെന്ന് മനസ്സിലായെങ്കിൽ ഇതൊരു അഭിപ്രായമായിട്ട് നമ്മൾ എടുക്കും. സാറ് പറയുന്നത് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ വളരെ ശക്തമായി പലരും അഭിപ്രായപ്പെട്ട ഈ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു അതായത് ഒരു കുഞ്ഞിൻ്റെ വളർത്തുക എന്നുള്ള, അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള അവൻ്റെ ഒരു മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശത്തെ എന്തു ചെയ്യുന്നു ഒരു പിതാവ് അതിനിടയിൽ എന്തു ചെയ്യുന്നു, അതിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിൽ നിന്ന്. അപ്പം അത് പറഞ്ഞിരിക്കുന്ന ടെന്നി ജോസ് എന്ന് പറയുന്ന ആളാണ്. അപ്പം അദ്ദേഹം ചോദിക്കുന്നത് ആ പഠനം നിഷേധിക്കുന്നത് കുട്ടിയുടെ മൗലിക അവകാശത്തെ എന്ത് ചെയ്യാണ്, അവൻ്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സിനെ എന്ത് ചെയ്യുന്നു. നമ്മൾ ഒരു സുവിശേഷ വേലക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. PUC ഫിസിക്സ് സയൻസ് എടുത്ത വ്യക്തിയാണ്. ഞാൻ ടിഗ്നോമെട്രി പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ഫിസിക്സ് പഠിച്ചു, മാത്സിലെ എല്ലാ കണക്കുകളും ബെസ്റ്റാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏത് മാത്രം മതി, എനിക്ക് ഒരു സുവിശേഷ വേലക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടി ഒറ്റ ഒരു കാര്യം മതി, എനിക്ക് സംസാരിക്കാൻ എനിക്ക് ഭാഷ കിട്ടിയാൽ മാത്രം മതി. ഇതിൻ്റെ അകത്തൊന്നും ഈ പഠിച്ചതിൻ്റെ അകത്ത് എല്ലാം ചേർത്ത് എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടിയ ഒറ്റ ഒരു ഉപകാരം, ദ വേ ടു സ്പീക്ക്. ഹോമിലിറ്റിക്സിൻ്റെ കുറേ സ്റ്റൈലും ഇപ്പം സംസാരിക്കാനുള്ള ശക്തിയാണ് ഇതിൻ്റെ അകത്ത്. ആകെ ഞാൻ ഫിസിക്സ് പഠിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും അത്രേ എനിക്കിപ്പോൾ പ്രയോജനപ്പെടുന്നുള്ളൂ അല്ലേ.
ആ പറഞ്ഞ 8ാം ക്ലാസ് പഠിച്ച് നിർത്തി ആ പയ്യൻ്റെ മെസ്സേജ് എടുത്ത് നോക്കാം. അവൻ ഇംഗ്ലീഷിൽ മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. ഒരു 150 മെസ്സേജെങ്കിലും യൂട്യൂബിലുണ്ടാവും. ഒരു അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ, വേറെ ചില കമൻസ് ഉണ്ട്. ആരൻ്റെ പ്രസംഗം മുഴുവൻ ദാവീദിനെയും അബ്രഹാമിനെയും പഴയ നിയമത്തിലെ ആളുകളെ കുറിച്ചാണല്ലോ എന്ന്. എനിക്ക് ആറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. എനിക്ക് സാം കുട്ടിച്ചാനോട് ഇത് പറയാന്നല്ലാണ്ട് നാളെയും സാം കുട്ടിച്ചാൻ ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ച് സാം കുട്ടി ചേഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പം അവിടെ ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ സാർ ഇത് ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഇത് ആ ഒരു വെളിപ്പാട് കിട്ടി, അല്ലെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു എന്നുള്ള നിലയിലാണ് സാർ ഇതിനെ ഒഴിവാക്കിയത്. പഴയ നിയമ പ്രസംഗങ്ങളെല്ലാം ഒഴിവാക്കി ഈ യേശുക്രിസ്തുവിനെ മാത്രം പ്രസൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ നിലയിലേക്ക് ഒരു ചേഞ്ച് വന്നു. ആ ഷിഫ്റ്റ് ഉണ്ടായ കാര്യം ഈ ആരൻ അറിയണമല്ലോ, ആരനോട് പറയണമല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആരൻ അത് ഏറ്റെടുക്കാതെ പഴയ നിയമത്തിലെ കാര്യങ്ങൾ പ്രസംഗിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ഇവിടെ ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, സാറിന് കിട്ടിയ ഒരു വെളിപ്പാടാണ് ഈ കാര്യം. ആ വെളിപ്പാട് ആരൻ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല, അല്ലെ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഞാൻ ചെയ്യുന്നത് തെറ്റ് എന്ന് പറയാനൊക്കത്തില്ല, ആരൻ ചെയ്യുന്നത് തെറ്റെന്ന് പറയാനൊക്കത്തില്ല. ഞാൻ തെറ്റാന്ന് പറയത്തില്ല, ഇല്ല തെറ്റാന്ന് പറയത്തില്ല. യേശു ചെയ്തിട്ടില്ലെന്നേ പറഞ്ഞു. ഓക്കെ. യേശു 3.5 വർഷം കാലത്തിൽ ഇവരെ പോലെ ജീവിക്കുക, കാരണം ഇവരെ പോലെ പ്രാർത്ഥിക്കുക. കാരണം യേശുവിന് പഠിപ്പിച്ചു കൊടുക്കാൻ എളുപ്പമായിരുന്ന സംഭവമായിരുന്നത്. യേശു 3.5 വർഷമേ ഉള്ളൂ എന്ന് യേശുവിന് നല്ലോണം അറിയാം. ഈ 3.5 വർഷക്കാലത്തിൽ 12 പേരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള മോഡലാണ് പഴയ നിയമത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രാർത്ഥിച്ച ഒരാളെ എടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഇങ്ങനെ ചെയ് അന്ന് പറഞ്ഞു കൊടുക്കാൻ യേശുവിന് ഏറ്റവും എളുപ്പമായിരുന്നു. യേശു ചെയ്തില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന റെലവും അവർ ജീവിക്കുന്ന റെലവും വേറെയാണ്. പക്ഷേ ഇത് നമ്മൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ല. അതൊരു വെളിപ്പാടിൽ ജീവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളൂ, നമുക്കുള്ള നിയമം, നമുക്കുള്ള ജീവിതം എന്താണെന്നുള്ള പ്രാധാന്യം നമുക്ക് പിടികിട്ടത്തുള്ളൂ. അപ്പം ഇത് തന്നെ റോമാലേഖനം 7-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി കൊടുത്തിട്ടുള്ളത്. റോമാലേഖനം 7-ാം അധ്യായം 22, 23, 24 ഞാൻ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുന്നുവെങ്കിലും അതേ സമയത്ത് എൻ്റെ മനസ്സിനോട് പോരാടുന്ന എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറെ ഒരു നിയമം എൻ്റെ ശരീരത്തിൽ കണ്ടുവരുന്നു. അത് വേറൊന്നുമല്ല, പാപത്തിൻ്റെ നിയമം. അതെന്നെ ബദ്ധനാക്കി തീർക്കുന്നു. മനസ്സിലായത്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. പൗലോസ് അവനെക്കുറിച്ച് സാക്ഷി പറയുന്നതാണ് സംഭവം. മനസ്സിലായില്ലേ? അപ്പം ഈ 3 അവിടെ ഈ പോരാട്ടം, എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം. അപ്പം പോരാട്ടം പുറത്താണോ അകത്താണോ? ഉള്ളിലാണ്. മനസ്സിനോട് നിയമത്തോട് പോരാടുന്നത്. എന്തിനാണ് മനസ്സിനോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്? കാരണം മനസ്സ് ദൈവവചനത്തെ നിൽക്കുക, ദൈവം പറഞ്ഞു എന്നും പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുക മനസ്സ്. അതുകൊണ്ട് മനസ്സിനോട് പോരാടുക. എന്ത് ചെയ്യുക? ഈ ശരീരത്തിലുള്ള പാപത്തിൻ്റെ നിയമം പോരാടി അവനെ പുറകോട്ട് വലിക്കാനുള്ള ശ്രമമാണ്. ഇതിപ്പം പഴയ നിയമത്തിൽ നമ്മൾ പുതിയ നിയമ റോമാലേഖനത്തിൽ പൗലോസ് അബ്രഹാമിനെ കുറിച്ച് ഇതെടുത്തിട്ട് ഇത് നീറ്റായിട്ട് പറയുന്നുണ്ട്. അവൻ ഏകദേശം 100 വയസ്സായെന്നും തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം, ഒരു വാക്കുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, തിരിച്ചറിഞ്ഞിട്ട്, ആഫ്റ്റർ നോയിങ്, മനസ്സിലായി, അത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിൽ തിരിച്ചറിഞ്ഞിട്ടും അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവം പറഞ്ഞത് നിറവേറ്റാൻ കഴിയുമെന്ന് അവനത് വിശ്വസിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഇത് തെളിയിക്കാനും സാറിന് അബ്രഹാമിനെ കൂട്ടുപിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അബ്രഹാമിനെ ഞാനെപ്പോഴും, കാരണം അബ്രഹാമിൻ്റെ റലമാണ് നമ്മുടെ റലമുള്ളത്. അബ്രഹാമിൻ്റെ റലമാണ് നമുക്കുള്ളത്. നമുക്ക് അബ്രഹാമിന് ന്യായപ്രമാണമില്ലായിരുന്നു, അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. കാണാത്ത ആ ദേശത്തോട്ട് പോകാനേ പറഞ്ഞുള്ളൂ.
അബ്രഹാം റെഡിയായി സ്ഥലം വിട്ടു. അബ്രഹാമിന് ശബ്ദം അതൊന്നുകൂടെ ഒന്ന് വിശദീകരിച്ചേ. അതായത് അബ്രഹാമിന്റെ തലത്തിലാണ് നമ്മളെന്ന് പറയുമ്പോൾ അവിടെ പിന്നെയും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. മനസ്സാക്ഷി ഇല്ലെങ്കിൽ നമുക്ക് ഫെയ്ത്തിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനുണ്ടായിരുന്ന ഫെയ്ത്താണ് നമുക്കുള്ളത്. നമുക്ക് വേണ്ടിയത് ഉള്ളതെന്നല്ല, നമുക്ക് വേണ്ടിയത്. കാരണം അബ്രഹാം കാണാത്ത കാര്യങ്ങളെ വിശ്വസിച്ച മുന്നോട്ട് നീങ്ങിയത്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ കൽപ്പിച്ചാറേ. അവിടെ എന്താന്ന് പറഞ്ഞാൽ അവൻ ആശിക്കുമായിരുന്നു. അവന് ആശയ്ക്ക് വിരോധം. ഇന്ന് എനിക്ക് ആശിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഓൾറെഡി അവന് ഇബ്രാഹിം പറയുന്നത് അവനും തൻ്റെ മക്കളും കൂടാരത്തിൽ വസിച്ചു. എന്തുകൊണ്ടാണ്? കാണാത്ത ഒരു ദൈവത്തിൻ്റെ കൈപ്പണിയാൽ പണിയപ്പെടുന്ന ഒരു രാജ്യത്തെ ഉറ്റുനോക്കി അവൻ ആശയോടെ ജീവിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ആശയോടെ ജീവിക്കേണ്ട. കാരണം രാജ്യം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. നമ്മൾ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം നമ്മൾ ഉറ്റുനോക്കി ജീവിക്കുന്നവരല്ല, രാജ്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. മനസ്സിലായല്ലേ? പക്ഷെ എന്നാലും അബ്രഹാമിൻ്റെ ഫെയ്ത്തിന് എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യത്തിൻ്റെ ഉറപ്പിലാണ് നടന്നത്. സെയിം നമ്മുടെ അതുപോലെ. പക്ഷേ കാണാത്ത കാര്യം നമുക്ക് ഉറച്ചാണ് നമുക്ക് നിൽക്കുന്നത്. അവൻ ജസ്റ്റ് കണ്ടോണ്ടാണ് നടന്നത്. നമ്മുടെ ഉള്ളിൽ കാണാത്ത കാര്യം പൂർണ്ണമായിട്ട് നമ്മിലുണ്ട്. നമ്മൾ ഉള്ളതും വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ റോമാലേഖനത്തിൽ നമ്മൾ ആ ഫെയ്ത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, അപ്പോൾ മനസ്സിൻ്റെ അകത്താണ് തിരിച്ചറിയുന്നത്. നമ്മൾ തിരിച്ചറിഞ്ഞു നടക്കത്തില്ല എന്നുള്ളത്. തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ വാട്ട് വിൽ യു ഡു? അപ്പോൾ തിരിച്ചറിയുമ്പോഴത്തേക്കിനാണ് ഈ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഈ പാപം പറഞ്ഞു കൊടുത്തിട്ടാണ്. നമ്മിൽ വസിക്കുന്ന ശരീരത്തിൽ വസിക്കുന്ന പാപത്തിൻ്റെ നിയമം പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ തിരിച്ചറിയുന്നത്. ഓക്കെ. ആ റോമാലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നു. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അതിൻ്റെ 2-ാമത്തെ കാര്യം പറയുന്നത് ആത്മാവിൻ്റെ നിയമമോ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും ശക്തിയിൽ നമ്മളെ പൂർണ്ണമായിട്ട് വിടുവിക്കും. ഇഫ് യു വാക്ക് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ദ സ്പിരിറ്റ്. അത് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്താ? ഇപ്പം ദൈവം നിനക്ക് കുഞ്ഞ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ലോയാ. ദൈവം എന്താ പറഞ്ഞത്? നിയമം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന അഭിപ്രായമല്ല. നമുക്ക് പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിയമമാണ്. അപ്പോൾ ആ നിയമത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ ശരീരത്തിൻ്റെ പാപത്തിൻ്റെ നിയമവും മരണത്തിൻ്റെ നിയമത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെടും. ഇതാണ് ക്രിസ്ത്യ ജീവിതം. അത് തന്നെ 8-ാം അധ്യായത്തിൽ പറയുന്നത്. 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് ആത്മീകനോ തൻ്റെ മനസ്സിനെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളുടെ മേൽ ഉറപ്പിക്കുന്നു. ജഡികനോ തൻ്റെ മനസ്സിനെ ജഡത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ മേൽ ഉറപ്പിക്കുന്നു. അപ്പോൾ ആത്മീകനും ജഡികനും എന്തെങ്കിലും വ്യത്യാസം എന്താ? അവരെവിടെ ഉറപ്പിക്കുന്നു, അവരുടെ മനസ്സിനെ എവിടെ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അവനാ ആത്മീയൻ. അപ്പോഴേ വേറെ വിഷയം. ഇപ്പോൾ ആത്മീയനായ ഒരാൾ ഈ നേരത്തെ പറഞ്ഞ ഈ റോൾസ് റോയ്സ് പോലുള്ള കാര്യങ്ങളിൽ ഉറയ്ക്കുമ്പം അത് ജഡത്തിൻ്റെ ആഗ്രഹമല്ലേ? റോൾസ് റോയ്സ് കാർ വേണ്ട നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവം പറഞ്ഞോ? അബ്രഹാമിന് വൺ ഓഫ് ദി റിച്ചസ്റ്റ് മാൻ ഓഫ് ആ ദേശത്തെ റിച്ചസ്റ്റ് മാൻ ആയിരുന്നു. അവനുണ്ടായിരുന്നത് ഒട്ടകങ്ങൾ. നമ്മുടെ വിചാരം ഒട്ടകം അവനെന്ത് ഒട്ടകം? ഇന്നത്തെ റോൾസ് റോയ്സ് അന്നത്തെ ഒട്ടകം. അങ്ങനെ വേണം പറയാന്നല്ല. അന്ന് മരുഭൂമിയിൽ ഒരു ടൂർ പോകണമെങ്കിൽ, ഒരു യാത്ര പോകണമെങ്കിൽ വാടകയ്ക്ക് എടുത്തുകൊണ്ടിരുന്ന ഒട്ടകത്തിൻ്റെ വാടകയ്ക്ക് എടുത്തുകൊണ്ടിരുന്നത് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന്. ഒട്ടകമായിരുന്നു ഹൈ ട്രാവലിൻ്റെ ഒരു ഹൈ വണ്ടികൾ എന്ന ഒട്ടകം. അത് കഴിഞ്ഞ് കുതിരകൾ, കഴുതകൾ എല്ലാം അബ്രഹാമിനുണ്ടായിരുന്നു. സമ്പന്നനായിരുന്നു. അത് മനസ്സിലായി. ഈ ലോകത്തെ നമ്മുടെ ജീവിതം ഇപ്പം എനിക്ക് 1 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നാൽ ഞാൻ ഇന്ന് അത് മൊത്തം പുഴുങ്ങി തിന്നാൻ പോകത്തില്ല. 4 ചർച്ചിന് കൊടുത്താൽ അത് അനുഗ്രഹമല്ലേ? തീർച്ചയായിട്ടും ബ്ലെസ്സിങ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ എത്രയോ നമ്മളെല്ലാം എന്താ പറയുക കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കൊടുക്കാൻ മേലാതിരിക്കുന്നതും എന്തുകൊണ്ടാണ്? ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നാൽ അത് ഇനി 4 പേർക്ക് കൊടുക്കുകയും ചെയ്യാൻ, ഇപ്പോൾ ചർച്ച് പണിയുകയും ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്?
അതിൽ തെറ്റില്ല, ചർച്ച പണിയുന്നതിനകത്ത് തെറ്റില്ല, റോൾസ് റോയ്സ് വാങ്ങുന്ന തെറ്റ്, അതാ വിഷയം. സാറേ, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മൾ തമാശയായിട്ടൊക്കെ പറയുന്നെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ ഈ പണത്തെ ഉപയോഗിക്കുന്നതും അത് ആർഭാടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, നമുക്ക് അങ്ങനെ ഒരു ധാരണയാണ് ഉള്ളത്. അത് പൊതുലോകത്തിൻ്റേതായിരിക്കാം, അല്ലെങ്കിൽ ബിബ്ലിക്കലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സ് അതിനുവേണ്ടി പരുവപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആണ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അത്രയും ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, റോൾസ് റോയ്സ് പോലൊരു കാറിന് വേണ്ടി ആഗ്രഹിക്കാൻ എനിക്ക് ഒക്കത്തില്ല. കാരണം ഞാൻ ആ ഒരു ട്യൂണിങ്ങിലാണ് ഉള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഈ ആർഭാടത്തെക്കുറിച്ച് പറയുമ്പം അതും ക്രിസ്തീയതയുമായിട്ട് എങ്ങനെ ഒത്തുപോകും സാറേ? ആർഭാട ജീവിതം, ആർഭാടത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇതുപോലൊരു ഹൈ പ്രൈസിലുള്ളൊരു കാറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ല, ഹൈ പ്രൈസ് ഇപ്പം യൂസഫ് അലി എയറോപ്ലെയിൻ ഫ്ലൈറ്റ് മേടിച്ചിരിക്കുന്നത് ആർഭാടത്തിനല്ല. അല്ല, പുള്ളിക്ക് പുള്ളിക്ക് നെസസറിയാണ്. മനസ്സിലായില്ലേ? അമേരിക്കക്കാർക്ക് 3 കാറുണ്ട്, ഫുള്ളി AC സോഫായാ, എല്ലാവർക്കും അങ്ങനെ അല്ല ഞാൻ പറയുന്നത്. വലിയ ബിൽഡിങ്ങാ, കൊട്ടാരമാ. എടാ, അത് അവരുടെ നെസസറിയാണ്. തീർച്ചയായിട്ടും അവരുടേത് നെസസറിയാണ്, ആർഭാടം അല്ലത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ നിങ്ങൾ സാമ്പൂടിച്ചാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ വണ്ടി തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അല്ല, അന്ന് ചെറിയ വണ്ടിയായിരുന്നു അല്ലേ? അത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ നല്ല വണ്ടിക്ക് പോകണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിച്ചത്? എൻ്റെ കംഫർട്ടായിരുന്നു അല്ലേ? കംഫർട്ട്, ആവശ്യം, സേഫ്റ്റി, കംഫർട്ട് എല്ലാം കൂടെ അല്ലേ? അപ്പം ഇനിയും കുറച്ചുകൂടെ വളരുമ്പോഴത്തേക്കിന് സാമ്പൂടിച്ചാൻ വളരുമ്പം കുറച്ചുകൂടെ അത് എന്താ പറയുക, ഇനിയും സേഫ്റ്റി വേണമെന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ബെസ്റ്റേ നമ്മൾ തിരഞ്ഞെടുക്കത്തുള്ളൂ അല്ലേ? നമ്മൾ അങ്ങനെ അല്ലാണ്ട് അയ്യോ പുള്ളിക്ക് അഹങ്കാരമോ അതാ അല്ല. നമ്മുടെ പള്ളി പണിയുന്ന കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ പണ്ട് ഈ ആനവാലം വരയ്ക്കാത്തായിരുന്നു വീട്ടുമുറ്റത്ത്, അല്ല വീടിന്റെ വരാതലായിരുന്നു. ഇപ്പൊ നമ്മൾ AC നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ എന്താ പറയുക, നമുക്കുള്ള കംഫർട്ട്. നമ്മളിപ്പം വേർത്ത് കുളിച്ച് ഇരിക്കണ്ട, AC ഉണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് ഇരിക്കാം. മനസ്സിലായില്ല? അത് ഫെസിലിറ്റി ഉള്ളപ്പോൾ അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയത് നമ്മൾ. മനസ്സിലായില്ല? ഓക്കെ, നമ്മൾ അത് വേറൊരു വിഷയമാണ്, നമുക്കത് വേറെ ചർച്ച ചെയ്യാം. ഇന്നിപ്പം ഈ വിഷയത്തിലേക്ക് വന്നാലേ സാറ് പറഞ്ഞ അതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാക്കി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്ന് തോന്നുന്നു, ഈ ദേഹി ആത്മാവ്. അവിടെ പിന്നെ കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. ഒന്നും കൂടെ അതൊന്ന് വിശദീകരിച്ച്. ദേഹം, ദേഹി, ആത്മാവ്, അതായത് ഇതിനെന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടോ സാറേ? ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ എന്നൊക്കെ പറഞ്ഞു ദേഹം, ദേഹി, ആത്മാവ് അല്ല. ഫസ്റ്റ് തെസ്സലോനിക്കർ പറയുന്നത് ആത്മാവ്, ദേഹി, ദേഹം. നമ്മൾ പറഞ്ഞു പരിചയിച്ചേക്കുന്ന ദേഹം, ദേഹി. അതെന്തുകൊണ്ടറിയോ? പറഞ്ഞ് നമ്മൾ അങ്ങനെ ആണെന്നുള്ള ചിന്തിക്കുന്നുണ്ടാവും സാറേ. ഈ ദേഹം ഇല്ലാതെ ദേഹി ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ഈ അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താ? ആത്മാവ്, ദേഹി, ദേഹം. ഇതിൻ്റെ അകത്ത് സാമ്പൂടിച്ചാൻ ആരാ? ഞാനിത് മൂന്നും കൂടെ ചേരുമ്പോഴല്ലേ ഉള്ളൂ. മൂന്നും കൂടെ ചേരുമ്പോൾ ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ മരിക്കുക, ഓക്കെ. എൻ്റെ എന്തായിരിക്കും വിടുന്നത്? ആ ബോഡി മാത്രമേ വിടുള്ളൂ. പിന്നെ വിടുള്ളൂ. എൻ്റെ ഭാര്യ അവിടെ എന്തായിരിക്കും നിലവിളിക്കുന്നത്? എൻ്റെ അച്ചായൻ എന്നെ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ആയിക്കോട്ടെ, അച്ചായനോ എൻ്റെ കെട്ടിയോൻ എന്നെ വിട്ടിട്ട്. അല്ല, ഈ പുള്ളി അല്ലായിരുന്നോ കെട്ടിയോൻ? ഈ പുള്ളി അല്ലേ നീ കെട്ടിയത്? അതെ, മനസ്സിലായി. ഈ പുള്ളി അല്ലേ ഐ ലവ് യു പറഞ്ഞത്? അതെ. ഈ പുള്ളിയോടല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകത്തില്ലെന്ന്? അതെ. അത്രയ്ക്കും സ്നേഹമാണോ? ഇനി 2 ആഴ്ച കൂടെ വെച്ചോ? ഇല്ല, പറ്റത്തില്ല. എങ്ങനെ 2 ആഴ്ച വെക്കുന്നു? കാരണം അച്ചായനല്ല, അച്ചായൻ പോയി. അപ്പം പോയതാണ് അച്ചായൻ. എപ്പോഴാണ് പിടികിട്ടിയത്? പോയപ്പോഴാണ് മരിച്ചു പോയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഈ പോയത് ആരൊക്കെയാ? ആത്മാവും ദേഹിയും.
അതിനെയാണ് ദൈവം ശ്വാസം ഊതിയപ്പോൾ അവരെന്തായി മാറി? ജീവനുള്ള ദേഹി. അതാണ് ആത്മാവും ദേഹി. ജീവൻ എന്ന് പറയുന്ന ആത്മാവും ദേഹിയാണ്. അതിനെ നോക്കിയാണ് ദൈവം പറഞ്ഞു മനുഷ്യൻ എന്ന് പറഞ്ഞു, മാൻ എന്ന് വിളിച്ചത്. അപ്പം അവനാ പോകുന്നത്, മനസ്സിലായില്ലേ? പിന്നെ വീണ്ടെടുക്കപ്പെടുമ്പോൾ നമ്മൾ റീസ്റ്റോറേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഈ ആത്മാവും ദേഹിക്ക് ഇമ്മോർട്ടലായിട്ടുള്ള ഒരു ബോഡി നമുക്ക് വരും. അതെ, രൂപാന്തരപ്പെട്ടതാണേലും ഒരു ശരീരം ഉണ്ടല്ലോ. ശരീരത്തിന് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഇതിൽ ബോൺസ്, ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ളതല്ല. അതാര് പറഞ്ഞു? അതിന് ശരീരത്തിന് ഫ്ലഷ് ആൻഡ് ബ്ലഡ് വേണ്ട. ആത്മജീവിക്ക് ആത്മമണ്ഡലത്തിൽ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വേണ്ട. അത് ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അതാ വാക്യം. ഫ്ലഷ് ആൻഡ് ബ്ലഡ് അവകാശമാക്കത്തില്ല, ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ സ്പിരിറ്റ് വേൾഡ് ആണത്. അവിടെ നമ്മുടെ രൂപാന്തരപ്പെട്ട ഒരു ശരീരമാണ് ഉള്ളത്. അവിടെ രൂപാന്തരപ്പെട്ട ഒരു ശരീരമാണ് ഉള്ളത്. നമ്മളെ കണ്ടാൽ മനസ്സിലാവും, നമ്മളെ കണ്ടാൽ പിടികിട്ടും, നമ്മളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അവിടെ ബന്ധങ്ങളില്ല. എൻ്റെ ഭാര്യനെ കാണാൻ പറ്റത്തില്ല, ഭാര്യയാണെന്ന് നമുക്ക് തിരിച്ചറിയാനോ, ഭാര്യയാണെന്ന് തിരിച്ചറിയാമല്ലോ, കണ്ടാൽ മനസ്സിലാവില്ല ഭാര്യ ആണെന്നൊക്കെ. അതൊരു വിഷയമല്ല. അപ്പം അപ്പം നമ്മളെന്ന് പറയുന്നത്, അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, നമ്മൾ ഈ ശവടക്കിനൊക്കെ വളരെ പ്രത്യാശയുടെ വാക്കുകളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ പ്രിയപ്പെട്ടവൻ നമ്മൾക്ക് മുമ്പായിട്ട് നമ്മളവിടെ ചെന്ന് കാണും, അല്ലേ? ഈ പറയുന്ന നീ ബൈബിളിൽ നീ, നിങ്ങൾ, നീ 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 എന്ന് പറയുമ്പോഴൊക്കെയും ദൈവം സംസാരിക്കുന്നത് ആത്മാവാകുന്ന നിങ്ങളോടാണ്. ഒന്നുകൂടെ പറഞ്ഞേ. ഇപ്പം ബൈബിളിൽ എപ്പോഴും ഇപ്പോൾ എങ്ങനെയാണ് അത് പറയുന്നത്? നീ ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, എന്നെ സംബോധന ചെയ്തൊരു കാര്യം പറയുമ്പോൾ അത് സ്പിരിറ്റ് ആകുന്ന സാം കുട്ടിച്ചാനോട് ഇടപെടുന്നത് മൊത്തം പറയുന്നത്. നമ്മളെപ്പോഴും ഞാൻ എന്നോടെന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്കെപ്പോഴും ഈ ശരീരമാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ബട്ട് ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യനാണ്. 50 ഇല്ല 60 ഇല്ല 80 വയസ്സ് ഈ ശരീരത്തിൽ വസിക്കുന്ന ഒരു വർഷം. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും സ്പിരിറ്റാണ്. ഇങ്ങനെ പറയാതെ ഐ ആം കംപ്ലീറ്റ്ലി എ സ്പിരിറ്റ്, ഐ ഹാവ് ദ സോൾ, മൈൻഡ്, എമോഷൻ, തീരുമാനമെടുക്കുന്ന ശക്തി എനിക്കുണ്ട്. വി ലിവ് ഇൻ ദിസ് ബോഡി, അല്ലെങ്കിൽ ഐ ലിവ് ഇൻ ദിസ് ബോഡി. അത് വിട്ടാണ് പോകുന്നത്. അതാ പോകുന്നത് നമ്മളിന്ന് പോകുന്നത്. അത് യേശു അത് ഈ പറഞ്ഞ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ജീവിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അല്ല, ഇതിനകത്ത് ഒരാൾ പറഞ്ഞ ഒരു എന്ന് പറയുന്നത്, യേശുക്രിസ്തു ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. അതായത് ബോട്ടില് യേശുക്രിസ്തു അല്ല, ഡെഡ് ബോഡിയെ വെച്ചു, ഡെഡ് ബോഡി അവിടെ വെച്ചു. അല്ല, യേശുക്രിസ്തു അല്ല. അപ്പം അതുപോലെയാണ് എന്ന് പറഞ്ഞപ്പം അത് ഒരു ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, യേശു കല്ലറയ്ക്കൽ ചെന്നപ്പോൾ കരഞ്ഞു, കല്ലറയ്ക്കൽ ചെന്നപ്പം കണ്ണുനീർ വാർത്തു. അതുപോലെ യേശുവിന് വിശന്നു. ആ ഇമോഷൻസ് എല്ലാം ഉണ്ടായിരുന്നു യേശുവിന്. എമോഷൻസ് ഉണ്ടാകുന്നല്ല ഞാൻ ചോദിക്കുന്നത്, ഹൗ ആർ യു റിയാക്ടിങ് യുവർ എമോഷൻസ് ടു ദ സർക്കംസ്റ്റാൻസസ്? അതെ സാറേ, ആ സർക്കംസ്റ്റാൻസസ് ഓരോന്നിനനുസരിച്ച് യേശുക്രിസ്തു പ്രതികരിച്ചല്ലോ. യേശുക്രിസ്തു പ്രതികരിച്ചതും ശിഷ്യന്മാർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന്, ശിഷ്യന്മാർ വന്നിട്ട് പറയാണ്, ഞങ്ങൾ മരിക്കാൻ പോവാണ്. അവരുടെ റെസ്പോൺസ് അതായിരുന്നു, അവരുടെ എമോഷൻ. അതെ, ഞങ്ങൾ മരിക്കാൻ പോവാണ്. നിനക്ക് വിചാരമില്ലയോ? നിങ്ങൾക്ക് ചിന്തയില്ലേ, വിചാരമില്ലേ? അപ്പം ഞാൻ പറയുന്നത്, നമ്മളുടെ സർക്കംസ്റ്റാൻസസിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എമോഷൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് അത് നടന്നിട്ടേ ഇല്ല എന്നും പറഞ്ഞായിരിക്കണം നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്. യേശു കരഞ്ഞത് ലാസറസ് മരിച്ചത് അല്ലായിരുന്നു. യേശു കരഞ്ഞത് മാർത്തയും മറിയയുടെ അവിശ്വാസം കണ്ടുകൊണ്ടാണ്. അങ്ങനെയും പറയാം. അല്ല, യേശു മരിക്കും എന്നുള്ളത് 2-3 ദിവസം 4 ദിവസം മുന്നേ അറിയാമായിരുന്നു. അറിയാമായിരുന്നു. ഇവരുടെ അവിശ്വാസമായിരുന്നു അവിടെ യേശുവിൻ്റെ ദുഃഖം.
അല്ലാണ്ട് അവിടുത്തെ ദുഃഖത്തിൽ അല്ല, ആ യേശുവിനെ അവിശ്വാസമാണോ? സത്യത്തിൽ യേശുവിനുള്ള ഇൻറ്റിമസി കൊണ്ടല്ലേ, ആ സ്നേഹം കൊണ്ടല്ലേ, ആ യേശുവിൻ്റെ ആ ആർദ്ര ഹൃദയം കൊണ്ടല്ലേ കരഞ്ഞ്? എന്നാൽ പിന്നെ കരഞ്ഞുകൊണ്ടായിരിക്കണം വരേണ്ടത് അല്ലേ? നിങ്ങൾ സാധാരണ ഷവാട് കീഴിലൊക്കെ പോകുമ്പോഴത്തേക്കിന് സ്വന്തക്കാർ മരിച്ചാൽ കരഞ്ഞുകൊണ്ടല്ലേ ഓടിപ്പോകുന്നത് അല്ലേ? കല്ലറയ്ക്ക് ചെന്നപ്പോഴാണ് അല്ലേ, ആ കല്ലറയ്ക്ക് ചെന്നാ മരിച്ചത്, അല്ലെങ്കിൽ കല്ലറയ്ക്ക് ചെന്നപ്പോഴാണ് കരഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്വന്തക്കാരോ മരിച്ചു, 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ വരുന്നത്, നിങ്ങൾ കരഞ്ഞുകൊണ്ടായിരിക്കും ഓടിപ്പോകുന്നത്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. യേശു കരഞ്ഞുകൊണ്ടല്ലല്ലോ വന്നത്, ചിരിച്ചോണ്ടാണ് വന്നത്, സമാധാനമായിട്ട് വന്നത്. വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുക. പക്ഷെ ഇവരുടെ അവിശ്വാസം കാണുമ്പോഴാണ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിന് വിഷമം വന്നത്. നീ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ചാകത്തില്ലായിരുന്നു. ശരിക്കും അത് റെബ്യൂക്കിങ്ങാണ് ചെയ്യുന്നത്. അത് ശരിക്കും ആ ഒരു ദൈവപ്രവൃത്തി നടക്കാതിരിക്കത്തക്ക മാർത്തയും മറിയയും നമ്മൾ പറയുന്ന അവിടെ പറയുന്നത്, മാർത്ത ഫസ്റ്റ് കണ്ടു, സംസാരിച്ചപ്പോഴത്തേക്കിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പറയാണ്, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നടക്കത്തില്ലെന്നൊന്നും, മരിക്കാൻ അനുവദിച്ചില്ലേ. അപ്പം നമ്മൾ ആ സ്റ്റോണിലെ എടുക്കാനുള്ളത്. അത് കഴിയുമ്പോഴത്തേന് മാർത്ത സഡനായിട്ട് വീട്ടിൽ പോയിട്ട് പറയാണ്, അവളെ വിളിച്ചോണ്ട് വരിക. ചോദിച്ചായിരുന്നോ യേശു? മേരി എവിടെയായിരുന്നു ചോദിച്ചായിരുന്നോ? ഇല്ല. യേശുവിനോട് സംസാരിക്കാൻ പോലും അവൾക്ക് ഇഷ്ടമില്ല മാർത്തയ്ക്ക്. മാർത്തയ്ക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് അവളോട് പറയുന്നത്, നീ പോ, അത് ഞാനോട് സംസാരിക്കുക, എനിക്ക് എന്നെ കൊണ്ട് വയ്യ. ആ ടോണിലാണ്. മാർത്തയുടെ എഴുന്നേപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവള് ഷഠേന്നാണ് എഴുന്നേറ്റത്, അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത്. എന്താ വാക്കെന്ന് കഴിയത്തില്ല, ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും, അരിശത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവള് ഭയങ്കര സ്പീഡിൽ എഴുന്നേറ്റിട്ട് അവനൊക്കെ എവിടെയാണ് ആ ഒരു ആംഗിളാണ് ചോദിക്കുന്നത്. മറിയ പോയിട്ട് യേശുവിനോട് സംസാരിക്കുന്നത് സെയിം ടോണാണ് മറിയോട് പറയുന്നത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം യേശുവിന് അവരുടെ ആ ഫെയ്ത്ത്ലെസ്നെസ്സാണ്, അവിശ്വാസമാണ് അവിടുത്തെ ദുഃഖം വന്നത്. അപ്പം പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട്, ഈ ജനം വിശ്വസിക്കേണ്ടത് എന്നാൽ പിന്നെയും പ്രാർത്ഥിക്കുമ്പം പറയുന്നത്. അപ്പം റെസ്പോൺസ് യേശു നെഗറ്റീവ് റെസ്പോൺസായിട്ട് ഒരിക്കലും ചെയ്തിട്ടില്ല. യേശു ചെയ്തില്ല. ഇപ്പം ദേവാലയത്തിൽ കോപപ്പെട്ടത് അത് പോസിറ്റീവായിട്ടായിരുന്നു. എന്തിനാ? ആ ദൈവത്തിൻ്റെ ആലയത്തെ അവർ ബിസിനസ്സാക്കി മാറ്റിയത്. അവിടെ എക്സ്ചേഞ്ച് റുപ്പീസും നോട്ട്സും എല്ലാം എക്സ്ചേഞ്ച് വാല്യൂസും ഒക്കെ കൊണ്ടുവന്നതൊരു എക്സ്ചേഞ്ച് ബ്യൂറോ ആക്കി മാറ്റി. അവിടെ ആ ഒരു മാർക്കറ്റ് പ്ലേസായി, ബിസിനസ് പ്ലേസ് ആക്കി മാറ്റിയത് കൊണ്ടാണ് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്തത്. അല്ലാണ്ട് ചുമ്മാ എപ്പോഴും കോപം വേണം, കോപം വേണ്ട എന്നല്ല പറയുന്നത്. കോപം വേണ്ട, ഇല്ല കോപം നല്ലതല്ല എന്നാണ്. ഇതെല്ലാം നല്ലതിനാണ് ദൈവം വെച്ചിരിക്കുന്നത്. ബട്ട് വെൻ എവർ വി സി ദൈവരാജ്യത്തിൽ എപ്പോഴാണ് ഈ ഭയം ഫസ്റ്റ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലേ? പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ ഭയം എന്ന് പറയുന്നത് ഒരു അധികാരമാണ്, വേറൊരു രാജ്യത്തിൻ്റെ എൻറ്റിറ്റി, അത് അധികാരമാണ്. അതെ. അവൻ വന്ന് നമ്മളിൽ അത് എക്സർസൈസ് ചെയ്യുമ്പം ആ പവർ എൻ്റെ ഉള്ളിൽ, ആ ശക്തി എൻ്റെ ഉള്ളിൽ എക്സർസൈസ് ചെയ്യുന്നത് സ്വഭാവത്തിലാണ്. ഈ ശരിക്കും ഈ പറഞ്ഞ ഈവിൾ സ്പിരിറ്റ്സ് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ്സ് അറ്റാക്ക് ചെയ്യുന്നത് സ്വഭാവത്തിലൂടെയാണ്. കോപം. ഈവിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാത്താനിയല്ല, ചീത്ത, ബാഡ് സ്പിരിറ്റ് എന്നുള്ളതാണ്. ബാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ ബാഡ് എന്താ ഉള്ളത്? ക്യാരക്ടറാണ്. നല്ലതിന് വെച്ചിരിക്കുന്ന ക്യാരക്ടറിനെ അവൻ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ആക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് അത് പൊസസീവായി മാറും. നമുക്ക് പല പൊസഷനും നമ്മുടെ കോപവും പല രീതിയിലുള്ള സ്വഭാവത്തിലാണ് പല പൊസഷൻസ് കയറി മാറുന്നത്, ഈവിൾ സ്പിരിറ്റായി മാറുന്നത്. ബാഡ് സ്പിരിറ്റ് എന്നാണ്, വേറൊന്നുമില്ല. ബാഡ് സ്പിരിറ്റിന് വേറൊരു വാക്കാണ് സ്വഭാവം എന്ന് പറയുന്നത്. സംഖ്യാപുസ്തകത്തിൽ കാലേബിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ട്, ഇവൻ വേറൊരു സ്വഭാവമുള്ളവൻ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഹി ഹാസ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ് എന്നാണ്. അപ്പം വേറൊരു ആത്മാവ് ഇല്ലെങ്കിൽ വേറൊരു സ്പിരിറ്റ് എന്ന് പറയുന്നത് വേറൊരു സ്വഭാവം കൂടെയാണ് അതിൻ്റെ അർത്ഥം. സ്പിരിറ്റ് എന്ന് പറയുമ്പോഴത്തേന് അർത്ഥം വരുന്നത്. അപ്പം ഈ ബാഡ് നേച്ചറാണ്
നമുക്ക് സ്പിരിറ്റ് ഇല്ലെങ്കിൽ അതൊരു പൊസിഷനായി മാറുമ്പോഴത്തേക്കിന് വേറൊരു രാജ്യത്തിൻ്റെ എൻറ്റിറ്റി നമ്മുടെ ഉള്ളിൽ അവകാശം പറഞ്ഞു വരുന്നത്, ഈവിൽ സ്പിരിറ്റായിട്ട് വന്നു കയറുന്നത്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ അതിന് നമ്മുടെ ശരീരത്തിനകത്ത് അതിനെ ഡ്വെല്ല് ചെയ്യാൻ നമ്മൾ ഇടം കൊടുക്കുക. നമ്മൾ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ അനുവദിച്ചു കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ മാത്രമേ അതിനെ നീറ്റായിട്ട്, ഇപ്പം ഗിഫ്റ്റ് നമുക്ക് എളുപ്പമാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഗിഫ്റ്റ് ചോദിച്ചാൽ ദൈവം തരും, പരിശുദ്ധാത്മാ നമുക്ക് ഗിഫ്റ്റ് തരും. പക്ഷേ ഗിഫ്റ്റല്ല നമ്മളെ നിർത്തുന്ന ഫ്രൂട്ടാണ്, സ്വഭാവമാണ്. ഗിഫ്റ്റ് നമ്മളെ ഉയർത്തും, പക്ഷെ അവിടെ നിലനിൽക്കണമെങ്കിൽ സ്വഭാവം ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഫ്രൂട്ട്, ഫലം ഉണ്ടെങ്കിലേ നിലനിൽക്കുക. ഫലമില്ലാത്തത് വീഴും. അതെത്ര ഉയർച്ച ഉള്ളതാണെങ്കിലും താഴെ കിടക്കും. ഗിഫ്റ്റ് നമ്മളെ നിലനിർത്തത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആത്മാവാണ് എൻ്റെ കൂട്ടത്തിലുള്ള മനസ്സ്. അതിന് പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള സ്വഭാവം ഇല്ലാത്തതിനെല്ലാം എൻ്റെ പരിധിയിൽ നിന്ന് ഞാൻ ഓടിക്കാൻ തുടങ്ങണം. എൻ്റെ ഉള്ളിൽ നിന്ന് ഓടിക്കാൻ തുടങ്ങണം. എനിക്ക് വെളിപ്പെട്ട് വരുമ്പം, കോപം വെളിപ്പെട്ട് വരുന്നുണ്ടോ, അപ്പം തന്നെ എൻ്റെ ഭാര്യ അത് പറഞ്ഞുകൊണ്ട് ഞാൻ കോപപ്പെട്ടു. നോ, എൻ്റെ ഉള്ളിലെ കോപം കിടക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഭാര്യ അത് പറഞ്ഞുകൊണ്ട് എനിക്ക് അരിശം വന്നത്. അത് തിരിച്ചറിയുമ്പം യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റ് വിട്ടുവാൻ പറയണം. അല്ലെങ്കിൽ അത് പൊസസ്സാകാൻ തുടങ്ങും. നമ്മൾ ഏതിനും എന്തിനും വളർച്ച പ്രാപിക്കും. അത് വളരും. ഏതിനും എന്തിനും അതങ്ങ് കയറി പിടിക്കാൻ തുടങ്ങും. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് പാസ്റ്റർ വിനോദ് ചാക്കോയുമായി നടത്തിയ ആദ്യ അഭിമുഖത്തിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കും പ്രതികരണങ്ങൾക്കുമുള്ള മറുപടി ഒരൊറ്റ വീഡിയോയിൽ ചെയ്തു തീർക്കുവാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. എന്നാൽ അത് വല്ലാതെ നീണ്ടുപോകുന്നതിനാൽ ഇടയ്ക്ക് വെച്ച് ഇത് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടുത്ത എപ്പിസോഡിൽ തുടരുന്നതായിരിക്കും. ഈ 2 എപ്പിസോഡുകൾക്ക് ശേഷം ദൈവരാജ്യത്തിൻ്റെ നീതി എന്ന വിഷയത്തെക്കുറിച്ചുള്ള അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാത്തിരിക്കുക.